നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ജെവിൻ ടുട്ടു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ടുട്ടു, പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചാൽ ഇനി എന്തൊക്കെയാണ് നടപടികൾ? വിജി, ഇനിയുള്ള നടപടി ഇതിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഇതുപോലുള്ള വൈൽഡ് ലൈഫ് ആനിമൽസിന്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയോ കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞ ഏപ്രിലാണ് വേടന്റെ കൊച്ചിയിലുള്ള ഫ്ളാറ്റിലെ കഞ്ചാവ് പരിശോധനയ്ക്കിടെ പുലിപ്പല്ല് കണ്ടുപിടിക്കുകയും അത് പിന്നീട് പോലീസ് വനം വകുപ്പിന് കൈമാറുകയും ആ കേസിൽ പോലീസ് വേടനെ വനം വകുപ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അന്ന് തന്നെ പക്ഷേ വേടൻ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥ പുലിപ്പല്ലാണ്, പക്ഷേ തനിക്ക് തൻ്റെ ഒരു സുഹൃത്ത് സമ്മാനമായി നൽകിയതാണ് എന്നത്. പിന്നീട് ആ കേസിൽ വേടന് ജാമ്യം ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശാസ്ത്രീയ അന്ന് തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞത് ഇത് പുലിപ്പല്ല് തന്നെയാണ് എന്നതാണ്. ഒടുവിൽ ഇപ്പോൾ കൊൽക്കത്തയിലെ